ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വൈകുന്നേരം വളരെ രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പഴം കൊണ്ട്, നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നല്ല മധുരമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നിങ്ങൾ മൈദയുടെ അളവ് കൂടുതൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഒരു മുട്ട ധാരാളമാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്. വറ്റൽമുളക് ചതച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഒരു 2 നുള്ള് ഉപയോഗിക്കാം. അപ്പോൾ എരിവില്ലാത്ത മുളക് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടി തന്നെയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവ് ഒത്തിരി ലൂസായി പോകാനും പാടില്ല, ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല. നമ്മൾ സാധാരണ പഴം പൊരിക്കുമ്പോൾ ഒക്കെ തയ്യാറാക്കിയെടുക്കുന്ന രീതിയിൽ തന്നെ. പിന്നെ അതുപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാവിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എരിവ് ഒട്ടുമില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഉപയോഗിക്കാം. എന്നാലാണ് നല്ല മധുരവും അതുപോലെ തന്നെ നല്ല ഒരു എരിവൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. അതുപോലെ മുട്ട ചേർക്കുന്നത് കൊണ്ട് ഒരു നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോൾ നമ്മുടെ മാവ് ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ അത്യാവശ്യം എരിവും ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഓരോ പഴമായിട്ട് ഈ മാവിൽ മുക്കി നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ കളറ് മാറി വരുന്ന രീതിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ പഴം പൊരിക്കുമ്പോൾ ഏകദേശം ഈ ഒരു കളറിലെടുക്കും അല്ലേ. ഇത് കുറച്ച് സമയം കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഇത്തിരി കൂടി കളറ് മാറി വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സ്വീറ്റും പുറമെ ഒരു സ്പൈസി ടേസ്റ്റുമായിട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.